രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ കാലത്ത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പാടില്ല എന്ന ചിന്തയോടെ രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും പാടില്ലാത്ത ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ടേമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അവമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വന്നു പതിക്കുന്നത് കേവലം വ്യക്തിപരമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമല്ല, വളരെ വലിയ ലക്ഷ്യത്തോടുകൂടി ഈ പദ്ധതി വിഭാവനം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരെയുമാണ്, നമ്മുടെ ആത്മാഭിമാനത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ഈ പദ്ധതി തകർത്തുകൊണ്ട് ഇപ്പോൾ ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമാക്കി പദ്ധതി നടപ്പിലാക്കി പൊതുജനോപകാരപ്രദമായി പ്രവർത്തിക്കേണ്ടതിന് പകരം ഒരു രാഷ്ട്രീയ പ്രാട്ട് നാടകത്തിന് CPM-ഉം DYFI-യും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് നമ്മളെല്ലാവരെയും ഒത്തുചേർത്ത് നിർത്തി കോട്ടയത്തെ ജനതയുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഉയർന്ന തലത്തിൽ ജനവിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ നേതാവ് ശ്രീ തിരുവഞ്ചൂർ ഇത്തരമൊരു സമരത്തിന് ഇറങ്ങുന്നു. ഈ സമരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കോട്ടയം നഗരസഭയ്ക്കകത്തോ കോട്ടയത്തെ അസംബ്ലിക്കകത്തോ മാത്രമല്ല ചർച്ച നടക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ ആലപ്പുഴയിൽ വീയപുരം അടക്കം ഹരിപ്പാട് അടക്കമുള്ള പ്രദേശത്ത് ചെല്ലുമ്പോൾ ആകാശപാത എന്ന വാക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സമരവും ചർച്ചയാണ്. രാഷ്ട്രീയ മത്സരം ചർച്ചയാണ്. ചെറിയ കാര്യമല്ല. ആ ഒരു വിഷയത്തെ അത്രയധികം പ്രാധാന്യത്തോടുകൂടി വാർത്താമാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയമായി ഒരു വശത്ത് ഇപ്പോൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നെങ്കിലും നമ്മളെ അപമാനിക്കാൻ അതിലേറെ ആവേശത്തോടുകൂടി ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, അവരുടെ യുവജന സംഘടനകൾ വലിയ പ്രചാരം നടത്തുന്നു എന്നത് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിൽ ആദ്യം വരുന്നത്. DCC ഓഫീസും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പെട്രോൾ പമ്പിന് താഴെ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയും കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറുമാണ്. ഒരു പ്രീ ഡിഗ്രി അഡ്മിഷന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ബോട്ട് കയറി വരുന്നത്. അന്ന് പരിചയപ്പെട്ട സന്ദർഭം മുതൽ ഇന്ന് വരെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആര് സമീപിച്ചാലും അദ്ദേഹത്തിന് അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ ആ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് കോട്ടയവുമായി ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള കുട്ടനാടുമായിട്ടും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന എത്രയോ സമരങ്ങൾ നമ്മുടെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ സമരത്തിലൊക്കെ കോട്ടയം വിട്ടെങ്ങും പോകില്ല എന്ന് പറയുന്ന തിരുവഞ്ചൂർ അവിടെ ഓടിയെത്താറുണ്ട്. ആ സമരങ്ങളിൽ മുഴുവൻ സമയം പങ്കെടുക്കേണ്ടതാണെങ്കിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ, പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ സമഗ്രമായ വികസനത്തിന് സാഗൂതം ശ്രമിക്കുന്ന ഒരു ചെറിയ ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലും, 5 പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണെങ്കിൽ പോലും, 5 ആള് കൂടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ കടുകിട വ്യത്യാസമില്ലാതെ ഏത് വിഷയത്തിനും ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ ഓടിയെത്തുന്ന ഒരു നേതാവാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തെ പോലൊരാൾ ഇത്രയും സതുദ്ദേശപരമായി കൊണ്ടുവന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി വളരെയേറെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു 30 സീറ്റിൽ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ CPM ഭരണ തുടർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലെ മണ്ണ് മുഴുവൻ, കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. അറിയേണ്ടത് 30 സീറ്റിൽ നമ്മൾ തോൽക്കുന്നത് 1000-നും 3000-നും ഇടയ്ക്ക് വോട്ടിൽ മാത്രമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിനും ആ കൂട്ടുകച്ചവടം ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. കാരണം കേരളത്തിൽ ഒരു ഭരണ തുടർച്ച CPM-ന് കിട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി BJP എടുത്ത സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പിണറായി വിജയൻ 2ാം സർക്കാർ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന
മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരു പാർട്ടി ഈ രാജ്യത്ത് ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരല്ല. പക്ഷെ BJP അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസ് ഇല്ലാതാവാൻ വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ അവർക്ക് ഭരണം കിട്ടില്ല എന്നറിയാം. പക്ഷെ നമ്മൾ വരാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിക്കാവുന്ന വോട്ടുകൾ പരമാവധി മണ്ഡലങ്ങളിൽ പിടിക്കുമ്പോൾ മിനിമം 30 സീറ്റിൽ എണ്ണി വോട്ട് RSSനെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യിച്ച് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഭരണത്തിൽ നിന്ന് പുറത്തു പോയത്. കോവിഡൊക്കെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം, കിറ്റ് കാരണമായി ചൂണ്ടിക്കാണിക്കാം. ഇതും കടന്ന് അങ്ങോട്ട് ചെന്നാൽ കൃത്യമായ ബൂത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും. പക്ഷെ അടിസ്ഥാനപരമായി കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് നഷ്ടമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP CPM ഒത്തുതീർപ്പാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഞാനിത് വീണ്ടും ഇവിടെ പറയുന്നത്, ഈ സമരപന്തൽ ഈ പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. അനിൽ ബോസ് പറഞ്ഞിട്ട് പോയിക്കോട്ടെ, എന്നെ അങ്ങ് വിട്ടേക്കുക. പക്ഷെ പറയുന്ന കാര്യം ഗൗരവത്തോടുകൂടി എടുക്കണം. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചത്. 1000 വോട്ടിനാണ് നാടൂർപ്പുക സ്റ്റാർട്ടിങ്ങിൽ ജയിച്ചത്. മനസ്സിലായില്ലേ? ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ നിയോജകമണ്ഡലത്തിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്ത മണ്ഡലത്തിൽ LDF-നേക്കാൾ മുന്നിലാണ് BJP. കായംകുളത്ത് CPM-ന്റെ MLA ഉള്ള മണ്ഡലം, അവിടെ 1ാം സ്ഥാനത്ത് നമ്മൾ, 2ാം സ്ഥാനത്ത് BJP-യാണ്. കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നത് BJP-യാണ്. നമ്മുടെ വോട്ട് കുറഞ്ഞില്ലല്ലോ. അപ്പൊ ആരുടെ വോട്ടാ പോയത്? എന്തിന് LDF വോട്ട് ചെയ്യുന്നു? ആലോചിക്കല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാനാണ് CPM-ന് വേണ്ടി മുഖ്യമന്ത്രിയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ പല കേസുകൾ ഒഴിവാക്കി കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കപ്പെടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു. പക്ഷെ അത് വിജയിക്കാൻ കഴിയാത്തത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ചെന്ന് കഴിഞ്ഞ പോളിംഗിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പട്ടിക എടുത്തു നോക്കണം. മിനിമം 20 CPM-കാർ വോട്ട് ചെയ്യാനുണ്ട് പല ബൂത്തിലും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മിനിമം 20 പേർ CPM-കാർ വോട്ട് ചെയ്യാൻ പോയില്ല. പോയാൽ CPM-ന് വോട്ട് ചെയ്യണം. CPM-ന്റെ കൊള്ളരുതായ്മ, അവരുടെ ദാഷ്ട്രീയ രാഷ്ട്രീയം, അവരുടെ അഴിമതി, അവരുടെ പാർട്ടി ഇന്നലകളിൽ അംഗീകരിക്കാതിരുന്നതും ഇന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതുമായ അവരുടെ അഹങ്കാരം തൂർത്ത് അതിൽ പ്രതിഷേധിച്ച് വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകളുണ്ട്. 1 ലക്ഷം വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ 5 ലക്ഷം വോട്ടിന് ജയിച്ചെന്നാണ് 1 ലക്ഷം തേടിയത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ജില്ലാ ഭരണാധികാരിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ പ്രതിഫലമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് മോഡിക്ക് വരാൻ കഴിയുന്ന വിജയം. അവിടെ ഇപ്പോഴും നമ്മുടെ അജയ് റായി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിയമപരമായ പോരാട്ടത്തിൽ നിൽക്കാം. നിങ്ങൾ കുറിച്ചു വെച്ചു, ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്തെ 4 MP-മാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മിനിമം 236 സീറ്റ് കിട്ടും, മറ്റു കക്ഷികളുടെ സഹായത്തോടുകൂടി ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അതേ ആർജവത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അത് അനുവദിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത്. ഹരിയാനയും മഹാരാഷ്ട്രയും ജാർഖണ്ഡും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ ഗതി മാറ്റും, കളി മാറ്റും. ബംഗാളിലെ 7 BJP MP-മാർ രാജിക്ക് തയ്യാർ. ആന്ധ്രയിലെ 4 BJP MP-മാർ രാജിക്ക് തയ്യാർ. ഇവരുമായി സഹകരിച്ചു പോകാൻ തയ്യാറില്ല. രാഷ്ട്രീയം മാറുകയാണ്. ചെറിയ കാര്യമായി നിങ്ങൾ കാണുക, 32 പേര് പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ. ആ മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷികളടക്കം നമ്മുടെ നേതൃത്വത്തോട് സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നാം കാണുന്നു. ഞാനത് പറയുന്നതിന്റെ കാരണം ഇന്ത്യയിലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് അവർ ഒറ്റയ്ക്കും കൂട്ടായും നമ്മളെ വേട്ടയാടും. പരസ്യമായി പരസ്പരം വിമർശിക്കുമ്പോഴും നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മുടെ മുന്നണിയെ പരാജയപ്പെടുത്താൻ, നമ്മുടെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഒരേ തൂവൽ പക്ഷികളെ പോലെ പൊയ്മുഖങ്ങൾ അന്ന് ഇവർ കടന്നു വരും. ഒരു വശത്ത് ഹിന്ദു തീവ്രവാദം പറഞ്ഞുകൊണ്ട് BJP കാരണം, മറുവശത്ത് രക്തമംഗിലമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വിത്ത് വാരി വിതറിക്കൊണ്ട് CPM കടന്നു വരുന്നു. ഇതിന് നമുക്ക് ജാഗ്രത വേണം.
അതിന് പല ഭാവങ്ങൾ, പല വേഷങ്ങൾ അവർ കെട്ടും. അതിലൊരു വേഷം കെട്ടലാണ് ഈ ആകാശപാത പൊളിക്കും എന്ന പ്രഖ്യാപനവുമായി നടത്തുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പരിസരം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇവരെത്ര തലകുത്തി മറിഞ്ഞാലും ഇന്നേക്ക് 18 മാസം അല്ലെങ്കിൽ 20 മാസം പിന്നിട്ടാൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകും. ആ ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതാകും, ഐക്യ ജനാധിപത്യത്തിന്റേതാകും. ആ മുന്നണിയെയും ഗവൺമെന്റിനെയും നയിക്കാൻ ഒരു സംശയം വേണ്ട. പത്തരമാറ്റ പകിട്ടോടെ എല്ലാ വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ട് കോട്ടയം ജനത ജയിപ്പിക്കുന്ന നേതാവായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉണ്ടാകും. ആ കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന ഭരണത്തിന്റെ പേരാളിയോട് ഇപ്പോഴത്തെ വാസവനെ കണ്ടുകൊണ്ട് വെളിച്ചപ്പാടാകാൻ ശ്രമിച്ചാൽ ഒരു സംശയം വേണ്ട. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി, കോട്ടയത്തെ ജനത പ്രത്യേകിച്ചും നെഞ്ചോട് ചേർത്ത് വെച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംരക്ഷിക്കും. ഈ നാടിന്റെ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന മാർക്സിസ്റ്റുകാരെ മുഖത്തോട് മുഖം നോക്കി നമ്മൾ പോലും ഈ ആകാശപാത ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്താണോ വിഭവം ചെയ്തത്, എന്താണോ സ്വപ്നം കണ്ടത്, ആ ഈ മണ്ണിൽ സാക്ഷാത്കരിക്കും. അതിന് നേതൃത്വം തരാൻ കഴിയുന്ന നേതാവാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടന്നു പോകുന്ന വഴിയിലെ പൂരിയെടുത്ത മുഖത്തും ഒരു വാസവും ഈ ജില്ലയിലില്ല എന്ന അഭിമാനത്തോടെ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. ഈ പോരാട്ടത്തിൽ ഒരു അനുയായിയായി, സഹയാത്രികനായി, സഹപ്രവർത്തകനായി ഞാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നന്ദി, നമസ്കാരം.